ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണം നല്ല സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബുഷ് ഓറഞ്ച് നിറച്ചും കായകളായിട്ട് നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ, നിറച്ചും കുഞ്ഞു കുഞ്ഞു കായകൾ. പിന്നെ ഇതിൻ്റെ കളറ് മാറുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടെറസിൽ വളർത്താൻ പറ്റുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 10 ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ആയിരിക്കും. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ റേറ്റും അതിൻ്റെ പേരും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. നമ്മുടെ ടോപ്പ് 1 ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ കായകൾ കാണാൻ വേണ്ടി. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് എന്ത് കയ്പുള്ളതും പുളിയുള്ളതുമായിട്ടുള്ള കായകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരമായിട്ട് തോന്നും കേട്ടോ. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിൽ ഇതാ കായ വന്നേക്കുന്നത്. നല്ല ഭംഗിയാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ കായകളും കാണാൻ വേണ്ടി. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. മിറാക്കിൾ ഫ്രൂട്ടിൽ ചെറിയ കായകളുണ്ടാകുന്നതും വലിയ കായകളുണ്ടാകുന്ന പ്ലാന്റ് ഉണ്ട്. അതിൽ നമ്മൾ വലിയ കായകളുണ്ടാകുന്ന പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. രണ്ടാമതായിട്ട് വരുന്ന പ്ലാന്റാണ് ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റി. ശരിക്കും ഒരു ചെറി പോലെ ആയിരിക്കും ഇതിൻ്റെ കായകൾ വരുന്നത്. ഇത് നമ്മുടെ ഒരു വിദേശി പ്ലാന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കായകൾ കാണാൻ വേണ്ടി. ശരിക്കും ഒരു ജിമിക്കി കമ്മൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാകുന്നത് കേട്ടോ. നല്ല ഡാർക്ക് കളറിലും റെഡ് കളറിലും ഒക്കെ ഇതിൻ്റെ കായകൾ ഉണ്ടാകാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. ഈ ഒരു സൈസ് വരുന്ന ഗ്രൂമി ചാമയാണ് നമ്മൾ നൽകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. നല്ല സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. അപ്പോൾ ഗ്രൂമി ചാമയും നമുക്കൊരു പോട്ടിലൊക്കെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്രമ്മിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളരുന്ന ഒരു അടിപൊളി വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ടെറസിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മുന്തിരി എന്നറിയപ്പെടുന്നത് കേട്ടോ. മുന്തിരി പല ടൈപ്പ് ഉണ്ട്. മധുരമുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ പുളിയുള്ള പ്ലാന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് മധുരമുള്ള ഗ്രേപ്പാണ് വരുന്നത്. ഇത് കണ്ടോ, നല്ല പച്ച കളറിൽ ഉണ്ടാവുന്ന കായകൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്കും ഇതിൽ കായകൾ ഉണ്ടാവാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത്രയും സൈസ് ആകുമ്പോഴത്തേക്കും കായകൾ ഉണ്ടാവുന്ന വെറൈറ്റീസാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 80 രൂപയ്ക്ക് ഈ ഒരു സൈസ് വരുന്ന മുന്തിരി ആയിരിക്കും തരുന്നത്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ജാബോട്ടിക്കാബ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഒത്തിരി ടേസ്റ്റ് തരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മരത്തിൻ്റെ തണ്ടിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമുക്ക് വലിയ ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട. ഇത് റെഡ് കളർ ജാബോട്ടിക്കാബ ആയിരിക്കും നമ്മൾ തരുന്നത്. അതാ ഈ റെഡ് കളർ ജാബോട്ടിക്കാബേൻ്റെ സൈസ് ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. 300 രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് കളർ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ജാബോട്ടിക്കാബയാണ് വേണ്ടതെങ്കിൽ ബ്ലാക്ക് കളർ ജാബോട്ടിക്കാബയും നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട് കേട്ടോ. അടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ് ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ഒത്തിരി മധുരമൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ്. ശരിക്കും ഒരു മുന്തിരി പോലെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു കാണാനുള്ള ഭംഗി കേട്ടോ. ഒരു കെയറിങ്ങും വേണ്ട, പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കേണ്ട. ജസ്റ്റ് ഒരു ട്രമ്മിൽ അല്ലെങ്കിൽ വലിയൊരു പോട്ടിൽ നട്ടു കൊടുത്താൽ മാത്രം മതി. ഇത് ഒത്തിരി കായകൾ തരും. സീസണൽ അല്ലാത്ത കാരണം എല്ലാ സമയത്തും നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലം. അടുത്ത വെറൈറ്റി നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ലൊരു റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ യെല്ലോ കളറൊക്കെ ഉള്ള പ്ലാന്റ് അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള പ്ലാന്റ് എപ്പോഴും പുളിയായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു റെഡ് കളർ വരുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റിൻ്റെ കായ്ക്ക് നല്ലൊരു മധുരമായിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ഇട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. 80 രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല റെഡ് കളർ പ്ലാന്റിൻ്റെ തൈ ആയിരിക്കും കിട്ടുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് കാണുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും. ഒത്തിരി പേര് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പല വെറൈറ്റീസ് വാങ്ങി നട്ടിട്ടുണ്ടാവും. പക്ഷേ കായൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നാറില്ല അല്ലേ. ഒരു വെള്ളച്ചോവ അല്ലെങ്കിൽ എന്തോ ഒരു ചവർപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. ചവർപ്പല്ല, ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു യെല്ലോ കളർ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല മധുരമുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി ടേസ്റ്റ് ചെയ്തവർ പരാജയപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന പ്ലാന്റ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്ന അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ.
അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു മഞ്ഞ കളറിലായിരിക്കും ഇതിൽ പേരയ്ക്ക ഉണ്ടാവുന്നത് കേട്ടോ. നല്ല മഞ്ഞ കളറായിരിക്കും. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രോബെറീൻ്റെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പേരയ്ക്ക ആയിരിക്കും ഇതിലുണ്ടാവുന്നത്. നമുക്ക് ചെറിയ തൈയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പേരത്തൈയാണ് നമുക്ക് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് പോട്ടിലും അതുപോലെ തന്നെ വലിയ ട്രമ്മിലൊക്കെ വച്ച് വളർത്താൻ പറ്റും. നല്ല ഒത്തിരി കായകൾ ഇതിലുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കായകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് ഈ ലെമൺ ഗുവേൻ്റെ കായകളും പ്ലാന്റും കൂടി കാണാൻ വേണ്ടി. അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ ബറാബ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മധുരവും പുളിയൊക്കെ കൂടി മിക്സഡായിട്ട് വരുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇതും ഒരു സീസണൽ പ്ലാന്റ് അല്ല, എല്ലാ സമയത്തും നമുക്ക് കായകൾ ഉണ്ടാവും. ഇത് പോട്ടിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് നന്നായി കായ്ക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ ബറാബ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകുന്നു വിയറ്റ്നാം ചെറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഈ വിയറ്റ്നാം ചെറി കാണാൻ വേണ്ടി. ഒരു 16 ഇഞ്ച് പോട്ടിൻ്റെ ഒക്കെ വെക്കാൻ പറ്റുന്ന സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഇത് കേട്ടോ. അത്രയും മാക്സിമം അത് വളരുള്ളൂ. ഇത് വെസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മധുരമുള്ള വെറൈറ്റി ആയിരിക്കും. ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ വിയറ്റ്നാം ചെറി തരുന്നത് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ വേണ്ട ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് 10 പ്ലാന്റ്സ് ആണ് നമ്മൾ ഇത്തവണ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. 10 പ്ലാന്റ്സ് നമുക്ക് ടെറസ് വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 10 പ്ലാന്റ് വാങ്ങുന്നവർക്ക് നമ്മൾ 4 പൂച്ചെടികൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ 5 പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ 2 പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ പൂച്ചെടികളിൽ ഫ്രീ ആയിട്ട് നൽകുന്നത് കേട്ടോ. വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.